പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏപ്രിൽ 25 ആണ് തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ്റെ പുതിയ ചിത്രം റിലീസ് ആകുന്നത്. അപ്പോൾ തുടരും എന്ന് പറയുന്ന ചിത്രം എല്ലാവരും വളരെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിരുന്നില്ലെങ്കിലും ഞാൻ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു ചിത്രമാണ് തുടരും. വളരെ നാളിന് ശേഷം ലാലേട്ടനെ ഒരു നാടൻ കഥാപാത്രം, മണ്ണിലിറങ്ങി നടക്കുന്ന ഒരു കഥാപാത്രമായിട്ട് കാണാൻ പറ്റും എന്ന് തന്നെ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. കാർ ഡ്രൈവറായ ഷൺമുഖൻ. അപ്പം അങ്ങനെ ഒരു കുടുംബനാഥനായിട്ടുള്ള ലാലേട്ടനെ നമുക്ക് ഒത്തിരി നാളിന് ശേഷമാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ. അപ്പം ആ ത്രില്ല് തിയേറ്ററിലും എനിക്ക് നൽകും എന്നുള്ള 100% പ്രതീക്ഷ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരു സാധാരണ കുടുംബചിത്രം എന്ന് പറയുന്നെങ്കിലും ഒരു കുടുംബചിത്രം ആയിരിക്കത്തില്ല. അല്പം ത്രില്ലറും വയലൻസും ഒക്കെ ചേർന്ന ഒരു കഥാപാത്രം തന്നെ ആയിരിക്കാം ഷൺമുഖൻ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം തരുൺമൂർത്തിയുടെ വാക്കുകൾ നമുക്കത് കിട്ടുന്നുണ്ട്, ലാലേട്ടൻ്റെ വാക്കുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തരുൺമൂർത്തിയുടെ മുൻകാല ചിത്രങ്ങൾ നമുക്ക് ആത്മവിശ്വാസവും കൂട്ടുന്നുണ്ട്. അപ്പം അടുത്തൊരു വിജയ ചിത്രമായി ലാലേട്ടൻ്റെ തുടരും മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടരും എന്ന ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റും പ്രകാരം ബുധനാഴ്ചയാണ് ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കുന്നത്. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുപോലെ ചിത്രം തുടങ്ങുന്നത് എല്ലാ ചിത്രങ്ങളെ പോലെയല്ല, 9 മണിക്കല്ല 10 മണിക്കാണെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇനി കളക്ഷൻ റെക്കോർഡുകളൊന്നും തകർക്കേണ്ട കാര്യമില്ല. കളക്ഷൻ റെക്കോർഡുകളൊക്കെ എമ്പുരാൻ തകർത്തിട്ടുണ്ട്. അപ്പം എമ്പുരാൻ്റെ പേരിൽ തന്നെയാണ് മിക്കവാറും എല്ലാ കളക്ഷനും കിടക്കുന്നത്. അതുകൊണ്ട് തുടരും എന്ന് പറയുന്ന ചിത്രം സാധാരണ ഒരു കൊച്ചു ചിത്രമായി ഫാമിലി ഓഡിയൻസിനെ കൂടുതലായി തിയേറ്ററിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുടരും എന്ന് പറയുന്ന ചിത്രത്തിനോടൊപ്പം റിലീസ് ചെയ്യുന്ന 2 ചിത്രങ്ങളെ പറ്റിയാണ്, 2 സൂപ്പർ ഹിറ്റായ 2 റിലീസിങ് ചിത്രങ്ങളെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ജയൻ, ആക്ഷൻ ഹീറോ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു നടനാണ് ജയൻ. ജയനാണെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ മാറ്റത്തിൻ്റെ കാറ്റ് കൊണ്ടുവന്നത്. വില്ലനൊക്കെ നായകനാകുന്ന കാലം. ആ സമയത്ത് ചിന്തിക്കാത്ത ഒരു സമയത്താണ് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അതിശയിപ്പിച്ച ചന്ദ്രശേഖർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നിറഞ്ഞാടിയ ശരവഞ്ചരം എന്ന് പറയുന്ന ചിത്രം 1979 റിലീസാകുന്നത്. അത് ഷീലയും ജയനുമായിരുന്നു. 4K ഡോൾബിയിൽ ഈ ചിത്രം നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അത് കാണാനും എല്ലാവരും ത്രില്ലിലാണ്. പക്ഷേ തുടരുമെന്ന ചിത്രം അന്ന് റിലീസാണ് എന്നുള്ളതും നമുക്കൊരു ആദ്യ ഷോ തന്നെ കാണാൻ പറ്റത്തില്ല എന്നൊരു ഇതും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ആ ചിത്രവും വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി ചിത്രങ്ങളാണ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ വടക്കൻ വീരകഥാവനാഴി, വല്യേട്ടൻ എന്നീ ചിത്രങ്ങളും ദേവദൂതന് തുടങ്ങിയ ആ റിലീസ്. അന്യഭാഷയിലൊക്കെ നിരവധി ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ദേവദൂതനാണ് നമുക്ക് പുതിയൊരു അനുഭൂതി നൽകിയത്. വൻ വിജയമായ ദേവദൂതൻ, സ്ഫടികം, മണിച്ചിത്രത്താഴ് എന്നീ ചിത്രങ്ങൾ. പക്ഷേ വടക്കൻ വീരകഥയോ ആവനാഴിയോ വല്യേട്ടനോ ഒന്നും ആ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും ശരവഞ്ചരം വൻ വിജയമായി മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ കാലത്ത് ജയൻ്റെ ഈ ശരവഞ്ചരം കാണാൻ തിയേറ്ററിൽ ഇരുന്ന് വീട്ടുകാരോടൊപ്പം പോയ കഥകളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു മികച്ച കഥാപാത്രം തന്നെയായിരുന്നു. അന്ന് നിരൂപക പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു. നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ തന്നെ ആ കഥാപാത്രം മാറുന്നു. ഒരു നടനും ഒരുപക്ഷെ അഭിനയിക്കാത്ത ഒരു റോള് തന്നെയാണ് ജയൻ അന്ന് കൈകാര്യം ചെയ്തത്. ജയൻ്റെ നായക പരിവേഷത്തിലേക്ക് ജയന് ഒത്തിരി നിരവധി അവസരങ്ങൾ ഈ ചിത്രത്തിലൂടെ നേടിക്കൊടുത്തു. ഒരു മാറ്റം, ജയൻ എന്ന് പറയുന്ന നടനൊരു മാറ്റവും മലയാള സിനിമയ്ക്കൊരു മാറ്റവും ഉണ്ടാക്കിക്കൊടുത്ത ഒരു ചിത്രം തന്നെയാണ് ശരവഞ്ചരം. മറ്റൊരു ചിത്രമാണ് നമ്മുടെ രജനീകാന്ത്, ഭാഷ. നാം ഒരു തടവ് സ്വന്നാൽ 100 തടവ് സ്വന്ന മാതിരി. മാണിക് ഭാഷ. ഒട്ടുകാരൻ നാനും നിറന്ന വീട്ടുകാരൻ നാനും. പാട്ടൊക്കെ ശരിയാണോ എന്ന് പോലും അറിയില്ല. നമ്മളെ പൊങ്കാലയിടാൻ വേണ്ടി ഇവിടെ കുറച്ച് ആൾക്കാർ തയ്യാറുവാണ്. ഏതായാലും ആ പാട്ടുകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ, ഏത് ഗാനമേള വന്നാലും ഈ പാട്ടുകൾ ഉറപ്പായിരുന്നു.
അന്ന് താളം അടിച്ചതും ഡാൻസ് ചെയ്തതൊക്കെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പം ഭാഷ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി തെള്ളിയ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പം സുരേഷ് കൃഷ്ണയുടെ സംവിധാനവും തിരക്കഥയൊക്കെ. സുരേഷ് കൃഷ്ണ ഒരു പടം മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്, ദി പ്രിൻസ് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ശബ്ദമൊക്കെ മാറി ഈ സുരേഷ് കൃഷ്ണ അന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ്. മലയാളത്തിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നു സുരേഷ് കൃഷ്ണ. അപ്പോൾ 1995 ഈ ഭാഷ സംവിധാനം ചെയ്യുന്നത്. അപ്പം ഭാഷ സംവിധാനം ചെയ്തിട്ട് അതൊരു തരംഗമായി മാറിഞ്ഞിട്ട് ആ സമയത്ത് എല്ലാം ഭാഷ സ്റ്റൈലായിരുന്നു അല്ലേ. എന്തുമാത്രം റീൽസുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഗാനമേളക്കാർ ആഘോഷിച്ച പാട്ടുകൾ എന്ന് വേണ്ട എല്ലാം കൊണ്ടും ഒരു സ്റ്റൈലും ചിത്രമായിരുന്നു ഭാഷ. ഇപ്പോഴും ഭാഷ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായിരുന്ന ലക്ഷണമാണ്. ഈ ഭാഷ തൻ്റെ സഹോദരിക്ക് അഡ്മിഷന് വേണ്ടി കോളേജിലേക്ക് ചെല്ലുന്ന മറ്റൊരു ഇരിക്കേൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാകുന്ന സീനാണ്. അതുപോലെ ആ സ്റ്റണ്ട് രംഗങ്ങളും നായികയെ കല്യാണ സ്ഥലത്തേക്ക് ഭാഷ ഓട്ടോയിൽ പോകുന്നു ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ സിനിമ മോഹിയെ രോമാഞ്ചം അണിയിച്ച രംഗങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ഭാഷ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലൊക്കെ ഇത് കാണും. എന്ത് വൈബാണ് ഇപ്പോഴും കിട്ടുന്നത് അല്ലേ. അത് റിലീസ് ചെയ്യുന്നു, അതിൻ്റെ നൽകും എന്ന് തന്നെ. പുതിയ രീതിയിലൊക്കെ വരുമ്പോൾ 4Kയിലൊക്കെ വരുമ്പോഴത്തേന് ദൃശ്യമികവോടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മുഹൂർത്തം തന്നെ സമ്മാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 2 ചിത്രങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നേരത്തെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം പുതിയ വെർഷന് വരുമ്പം ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ എന്തുമാത്രം ഇഷ്ടപ്പെടും എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് 2 ചിത്രങ്ങളും തുടരും എന്ന ചിത്രത്തിനോടൊപ്പമാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം തുടരും എന്ന ചിത്രം കാണേണ്ടവർക്ക് കാണുക, ബാക്കി 2 ചിത്രങ്ങളും എനിക്ക് ഈ 3 ചിത്രങ്ങളും കാണണമെന്നുണ്ട്. പക്ഷേ ആദ്യ ഷോയ്ക്ക് നമുക്ക് തുടരുമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു വൈബിൽ തന്നെയാണ്. അപ്പോൾ 25-ാം തീയതി ഈ 3 ചിത്രങ്ങളുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം 3 ആണെന്ന് തോന്നുന്നു മലയാളി പ്രേക്ഷകർ ഏറ്റവും താല്പര്യത്തോടെ ഇരിക്കുന്നത്. പക്ഷേ ദൃശ്യം 3 ഇപ്പോൾ സംവിധാനം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം വലതുവശത്തെ കള്ളൻ എന്ന പേരിൽ ജിത്തു പുതിയൊരു ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ബിജു മേനോൻ ജോർജുമാണ് ഇതിനകത്ത് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. മെയ് 14 എറണാകുളം, പുത്തൻകുരിശി എന്നീ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ചിത്രീകരണം ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. തിരക്കഥ ഡീനു തോമസ് ഈലൻ ആണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്നത്. ഈ ബൈബിളിലൊരു ഇതുണ്ട്. കാരണം ഈ 2 കള്ളന്മാർക്കിടയിൽ യേശു ക്രിസ്തു കുരിശിത്തറയ്ക്കപ്പെടുന്നു എന്നും, അപ്പോൾ അതിൻ്റെ വലതുവശത്തിരിക്കുന്ന കള്ളൻ അവസാനം കുറ്റം ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയൊക്കെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അന്ന് യേശു അവന് വാഗ്ദാനം ചെയ്തത്തെ പർദീസ വാഗ്ദാനം ചെയ്തതൊക്കെ ബൈബിളിലൊരു വാക്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഈ ചിത്രം എന്ന് നമുക്ക് പറയാം. അതുപോലെ മുറിവേറ്റ ഒരു ആത്മാവിൻ്റെ കുംഭഭാരം എന്ന ടാഗ് ലൈനിലൂടെയാണ് ഈ ചിത്രം ഇതിൻ്റെ പോസ്റ്റർ ഇരിക്കുന്നത്. അതിൻ്റെ ആ പോസ്റ്റർ നൽകുന്ന സൂചന എന്ന് പറഞ്ഞൊരു കുറ്റാന്വേഷണ ചിത്രത്തിൻ്റെ ലാഞ്ചന ആ പോസ്റ്ററിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജിത്തുവിൻ്റെ ചിത്രമാണ്. ജിത്തുവിൻ്റെ പോലീസ് സ്റ്റോറിയും അതുപോലെ കുറ്റാന്വേഷണ ചിത്രമൊക്കെ നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. ഈ വലതുവശത്തെ കള്ളനും അതൊരു ചിത്രമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ആ ഒരു മേശ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്ററിൽ തന്നെ മേശയിൽ ഒരു പോലീസിൻ്റെ ഫയൽ കാണാൻ പറ്റും, ഒരു കമ്പ്യൂട്ടർ, ഒരു വയർലെസ്, അതുപോലെ താക്കോൽ കൂട്ടം, കണ്ണാടി. അതുപോലെ ആ മേശയുടെ അപ്പുറം ഇപ്പുറം 2 പേരിയ്ക്കുന്നതായിട്ടും നമുക്ക് ചെറിയൊരു സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു കുറ്റാന്വേഷണ ചിത്രം, ഒരു പോലീസ് സ്റ്റോർ തന്നെയാണ് ഈ ചിത്രം പറയുന്നത് എന്നൊരു സൂചന കിട്ടുന്നുണ്ട്. ഇനി ജിത്തു വേറെ വല്ല മാജിക്കും ഇതിനകത്ത് കാണിക്കുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ജിത്തുവിൻ്റെ മുൻകാല ചിത്രങ്ങൾ മൈ ബോസ്, മമ്മി ആൻഡ് മീ, മെമ്മറീസ്. പക്ഷേ നമുക്കെന്നും പ്രതീക്ഷ നൽകുന്ന, നമ്മളെപ്പോഴും ജിത്തു ജോസഫ് എന്ന് കേൾക്കുമ്പം ത്തോടെ കേൾക്കുന്ന ദൃശ്യം 1ഉം 2ഉം. അതുപോലെ കൂമൻ എന്ന് പറയുന്ന ആസിഫ് അലിയെ നായകനാക്കി
അവസാനം ലാസ്റ്റ് നമ്മുടെ നേരെ ജിത്തുവിൻ്റെ പടമായിരുന്നു. അതുപോലെ തന്നെ ജിത്തു അവസാനം സംവിധാനം ചെയ്ത ചിത്രം എന്ന് പറഞ്ഞാൽ ആസിഫ് അലി, അപർണ ബാലമുരളിയും അക്കിൻ ഷായും ഒക്കെ പ്രധാന വേഷങ്ങളിൽ അവതരിപ്പിച്ച ചിത്രമാണ് മിറാഷ് എന്ന് പറയുന്ന ചിത്രം. അത് റിലീഫിന് തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത്. അതിനിടയിലാണ് നമ്മൾ ദൃശ്യം 3ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ കിട്ടുന്നതോ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് ജിത്തുവിൻ്റെ ചിത്രമാണ് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സിനിമയിൽ പുതിയതായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം പുതിയ വീഡിയോയുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓക്കെ, ബൈ.